ഹായ് ഓൾ, ഉണ്ടാക്കി കൊടുത്തവരെല്ലാം നല്ല റിവ്യൂ പറഞ്ഞൊരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഒരുപാട് ഫാൻസി ആയിട്ടുള്ള വീഡിയോ എന്നല്ല ഇത്. നോർമലി ഞാനെങ്ങനെ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യൽ അതുപോലെ തന്നെ എടുത്തൊരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ 1.5 കിലോ ചിക്കനാണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞളും മുളകും ഉപ്പും കൂടെ കുറച്ച് തൈരും ഒഴിച്ചിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ബാക്കി വെക്കുന്നുണ്ട്. കാരണം ഞാൻ പൊരിച്ചിട്ടാണ് ബിരിയാണി വെക്കൽ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട ബാക്കി എല്ലാ സാധനങ്ങളും പ്രിപ്പയർ ചെയ്ത് വെക്കാം. ആദ്യം തന്നെ വലിയൊരു 5 ഉള്ളി എടുത്തിട്ട് ഞാൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി പോലത്തെ ഏതെങ്കിലും ഒരു കുണ്ടുള്ള പാത്രം എടുത്തിട്ട് അതിൽ ചിക്കൻ മുങ്ങിപ്പൊരിയാൻ ആവശ്യത്തിന് എണ്ണ വെച്ചിട്ട് അതിലിട്ട് ചിക്കൻ നല്ലോണം പൊരിച്ചെടുക്കാം. ചിക്കൻ മുങ്ങിപ്പൊരിയും വേണം. ഏകദേശം കുറച്ച് നേരം തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഫുൾ ഹൈ ഫ്ലെയിമിലിടണ്ട. ആദ്യം ഇട്ടപാട് ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ശേഷം വീണ്ടും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും നല്ലോണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ പൊരിച്ചെടുക്കാം. പിന്നെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 5 പച്ചമുളക്, ഒരു ചൂണ്ടുവിരൽ വലുപ്പത്തിലുള്ള ഇഞ്ചി, 10-20 വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് നേരത്തെ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളിയിൽ ഏകദേശം ഒരു 4 ഉള്ളിയോടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഉള്ളി നമുക്ക് ചോറിനും ദമ്മിടാനെല്ലാം വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് 4 ഉള്ളി എന്ന് പറഞ്ഞത്. ഉള്ളി എത്രയും കനം കുറഞ്ഞരിയുന്നോ അത്രയും വേഗം നമുക്ക് വാടി കിട്ടും. ഇപ്പം ഞാൻ ഉള്ളിയിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ കുറച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി മറ്റൊരു അടികട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും ഓയിലും ഒഴിച്ചിട്ട് ഒരു 4 ഗ്രാമ്പൂ, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട, പിന്നെ കുറച്ച് 3-4 ഏലക്കായി നമ്മൾ മാറ്റി വെച്ചതിന് കുറച്ച് ഉള്ളി എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഞാൻ ഇതൊക്കെ ചേർക്കുന്ന ക്ലിപ്പ് എടുത്ത് വെച്ചിരുന്നു, അതെവിടെയോ മിസ്സായി. പിന്നെ ഞാനിപ്പോൾ 4 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന നിലക്ക് ഞാൻ 6 ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാരറ്റും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള 3 തക്കാളിയാണ് എടുത്തേക്കുന്നത്. ചോറിന് വെച്ച വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് 4 ഗ്ലാസ് ജീരകശാല അരി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അരിയുടെ അളവനുസരിച്ചിട്ട് അതിന് കണക്കായിട്ട് വെള്ളം ചേർക്കും. എന്തായാലും 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള നിലക്കാണ് ഞാനിവിടെ വെള്ളം എടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എൻ്റെ റൈസ് കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുള്ളത്. അരി വെള്ളത്തിലിട്ടതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ഉപ്പിൻ്റെ ഒരു അളവ് മനസ്സിലാകുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുക. ഒരു 2 മിനിറ്റ് നേരം വേവിച്ചിട്ട് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഫ്ലെയിം ലോ ആക്കിയിട്ട് വെക്കുക. ഇനി ഒരു 8 മിനിറ്റോളം മൂടി അടച്ച് തന്നെ വെക്കുക. അപ്പോഴേക്കും ചോറിലെ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ടാവും. നമുക്ക് ആ സമയം കൊണ്ട് മസാലക്കുള്ള ബാക്കി പണി കൂടി നോക്കാം. ഉള്ളി ഏകദേശം ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ കാണിച്ച 3 തക്കാളി നേരിയതായിട്ട് അരിഞ്ഞിടാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ തക്കാളി കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ വാടിക്കോളും. അപ്പോൾ മൊത്തത്തിലുള്ള തക്കാളി ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ മസാലയിലേക്ക് ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഞാൻ സ്വതവേ ലാസ്റ്റാണ് ഉപ്പും മസാലകളെല്ലാം ചേർക്കാറ്. അപ്പോൾ തക്കാളി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ മുഴുവൻ തക്കാളി നല്ലോണം വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും നൈസാക്കി ഇട്ടുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് വെന്തത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം എന്നുള്ളതാണ്. കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താൽ പെട്ടെന്ന് അടുക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഞാൻ അങ്ങനെ അങ്ങ് വിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ ചോറിലെ വെള്ളം മുഴുവനായിട്ട് വറ്റി വന്ന് അത് മുഴുവനായിട്ട് ഇനി ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. നല്ലോണം മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് അമർത്തി വെച്ചിട്ട് പിന്നെ ഒരു 8 മിനിറ്റ് കൂടി വേവിക്കാനുണ്ട്. ഫ്ലെയിം എപ്പോൾ സിമ്മിലായിക്കണം എന്നുള്ള കാര്യം മറന്നുകൊണ്ട. അപ്പോൾ സെയിം രീതിയിൽ തന്നെ ഞാൻ നല്ലോണം ഒന്ന് അമർത്തി വെച്ചിട്ട് വീണ്ടും മൂടി വെച്ച് വേവിപ്പിക്കുകയാണ്. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ എനിക്കെപ്പോൾ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്ന അരി ഇന്ത്യ ഗേറ്റിൻ്റെ ജീര റൈസാണ്. അതിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബിരിയാണി വെക്കുമ്പോൾ എപ്പോൾ ഞാൻ ഈ ഒരു അരിയാണ് വാങ്ങുന്നത്. ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കാം. ഞാൻ കൂടുതൽ മസാലയൊന്നും ചേർക്കാറില്ല. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് തൈര് ഒഴിക്കണം. ഇതിൽ കുറച്ചേ തൈര് ഒഴിക്കുന്നത് കാണിക്കുന്നുള്ളൂ. ആ ക്ലിപ്പും എവിടെയോ മിസ്സായി പോയതാണ്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ കുറച്ച് ഹാർഡായിട്ടാണ് ഉള്ളതെങ്കിൽ ഈ മസാല കിടന്നിട്ട് നല്ലോണം ഒന്നങ്ങ് സോഫ്റ്റ് ആയിക്കോളും. നമ്മൾ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ അങ്ങനെ അങ്ങ് വിടണം. നല്ലോണം പൊരിച്ചുകൊണ്ട് തന്നെ ചിക്കന് പൊട്ടിപ്പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 5-8 തണ്ടോളം മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം തുറക്കാതെ വെക്കാം. ഈ ബിരിയാണി ഞാൻ ആർക്കെല്ലാം ഉണ്ടാക്കി കൊടുത്താലും ഓലെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ ഈ ഒരു റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യുന്നത്.
അപ്പോഴേക്ക് നമ്മളെ ചോറ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബിരിയാണീൻ്റെ പണി ഏകദേശം ഇവിടെ അറ്റത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ദമ്മിടണം, എന്നിട്ട് കുറച്ച് നേരവും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കണം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ബിരിയാണി റെഡിയാണ്. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാൻ വേണം, കാരണം ഈ ഫീൽഡിൽ ആദ്യമായിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ ഓരോ കമൻസും മേക്സ് മീ വെരി ഹാപ്പി. എനിക്കറിയാം ഇതൊരു പ്രോപ്പർ ബിരിയാണി റെസിപ്പി ഒന്നുമല്ല, പക്ഷേ ഞാൻ ചെയ്യുന്നൊരു രീതിയാണിത്. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ മസാലയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ചോറ് ഓരോ ലെയറായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഒരൊറ്റ ലെയർ മാത്രമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മേലിടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉള്ളി നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി മുറിച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം ഗരം മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലിട്ട് കൊടുക്കണം. ഞാൻ പ്രത്യേകിച്ച് എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, എനിക്കത് ഇഷ്ടമില്ല. ലാസ്റ്റ് ദമ്മെല്ലാം പൊട്ടിച്ചാൽ ഏകദേശം ഒരു നല്ലൊരു കളർ തന്നെ ബിരിയാണിക്ക് കിട്ടും. ഈ ഒരു കളർ തന്നെയാണ് പൊതുവേ എൻ്റെ ബിരിയാണിക്ക് ഉണ്ടാവാറ്. എക്സ്ട്രാ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്തിടുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് ആ പൊരിച്ച് വെച്ച ഉള്ളി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂടി വെക്കാം. ബാക്കിയുള്ള ഉള്ളി ആ ചോറിലേക്കും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കണ്ട, അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5-6 മിനിറ്റോളം ഈ ചോറ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കുക, മൂടി തുറക്കാൻ പാടില്ല. ഈ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ മല്ലിച്ചപ്പെല്ലാം നല്ലോണം ഇതായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കുക്കായി ദമ്മായി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പ്രോപ്പർ ദം ബിരിയാണി ഇങ്ങനെയൊന്നും അല്ലെങ്കിലും ഞാൻ എൻ്റെ ഒരു രീതിയിൽ ചെയ്തതാണ്. ഇതെന്തായാലും നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യുകയില്ല, ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ വന്നിട്ട് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം അറിയിക്കാൻ മറന്നു പോറ്. ദമ്മിട്ട ചോറ് ഞാൻ മുഴുവനായിട്ട് ഇപ്പുറത്തെ ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവുന്നത്ര ചോറ് നമ്മൾ മാക്സിമം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നല്ലോണം ചോറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു കളർ തന്നെ കിട്ടും. അപ്പോൾ എത്രത്തോളം ചോറെടുത്ത് ഇപ്പുറത്തേക്ക് ഇടാനാവും അത്രത്തോളം ചോറിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മസാലേൻ്റെ ചെമ്പും കൂടി നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മസാല വേറെ ചോറ് വേറെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പലയിടത്തും പല ആൾക്കാരും ബിരിയാണി വെക്കുന്ന പല രീതിയും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ മസാലയും ചോറും ഒന്നായിട്ടുള്ള ബിരിയാണി അത്ര ഇഷ്ടമില്ല. പൊതുവേ പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള ബിരിയാണി കഴിച്ച് വളർന്നത് കൊണ്ടായിരിക്കാം മേ ബി. അപ്പോൾ ഇനി ഞാനിത് വിളമ്പുന്ന രീതിയും കൂടി കാണിച്ചു തരാം. നമ്മൾ പൊതുവേ ഇങ്ങനെ മസാല അടിയിലേക്ക് ഇട്ടിട്ട് അത്യാവശ്യം പീസും മസാലയും വെച്ചിട്ട് അതിൻ്റെ മേലെ ചോറ് വെച്ചിട്ട് ബിരിയാണി സെർവ് ചെയ്യലാണ് നമ്മളെ നാട്ടിലെല്ലാം. ഒരുപാട് ആൾക്കാർ ഈ മെത്തേഡിൽ ബിരിയാണി വെച്ചിട്ട് പിന്നെ മസാലയും ചോറും മൊത്തം മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ആർക്കാരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി.